തിരുവനന്തപുരം മൃഗശാലയിലാണുള്ളത്. ആവശ്യമായ ടിക്കറ്റെല്ലാം എടുത്തിട്ടുണ്ട്. പ്ലാസ്റ്റിക് ഉള്ളിൽ കൊണ്ടുപോകാൻ വേണ്ടി പാടില്ല, എന്തുകൊണ്ടെങ്കിൽ പുറത്ത് വെക്കണം എന്നാണ് പറയുന്നത്. കയറി വരുമ്പോൾ എന്ന് കാണുന്നു അതെന്ന് ഇതാ കാട്ടുപോത്തിനെ കാണണം. നോക്കുക, കാട്ടുപോത്ത്. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ കാട്ടുപോത്തിനെയാണ് കാണാൻ വേണ്ടി പറ്റും. സിംഹവാലം കുരങ്ങിനെ കാണാൻ വേണ്ടി പറ്റും. അങ്ങനതാ എൻ്റെ ഡീത് വായിക്കാം. കാട്ടുപോത്ത് ഐശു കാട്ടുപോത്തിനെ കണ്ടുവാ കൊടുത്തു. അതുണ്ടാവും. വരി വരിയായിട്ട് കുട്ടികൾ പോകുന്നു സ്കൂളിൽ. പൈതങ്ങളെ കണ്ടോ? അങ്ങനൊരു കുരങ്ങടന്ന് ഫുഡ് അടിക്കുന്നു. ബംഗാൾ കുരങ്ങാണ്, നമ്മളെ നാട്ടിലെ കുരങ്ങല്ല. വെള്ളറിയ അങ്ങതാ വെള്ളറിയ. അത് ബ്രൗൺ. കുമാ കുമാ മൈൻഡ് ആക്കുന്നില്ല. ഇതാ സ്കൂളിലെ കുട്ടികൾ കാണാൻ വന്നതാണ് മൃഗശാല. ചെറിയ കുട്ടികൾ. ഒരണ്ണാനിലെ പുറത്തേ പോകുന്നുണ്ടായിനി. അതാ ഓടിക്കളഞ്ഞു. ഉള്ളുകൂടി. നല്ല പ്രകൃതി രമണീയമായ സ്ഥലം, നല്ല നീറ്റ് പ്ലേസ്. നല്ല മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ തൊഴിലാളികൾ. ഇവിടെ എന്തോ ഉണ്ടല്ലോ, ഇത് പക്ഷികളെ ഏരിയ ആണ്. ഇനി അങ്ങോട്ട് എണ്ണപ്പന. ഇതാണ് എണ്ണപ്പന. നല്ല ഓക്സിജൻ കിട്ടുന്ന സ്ഥലം തന്നെ. ഇഷ്ടംപോലെ മരുന്ന് നഗരഹൃദയത്തിൽ. ഇതാണ് ബിജു മേനൻ്റെ വെള്ളിമൂങ്ങ. ഇതാണ് വെള്ളിമൂങ്ങ അല്ലേ? എന്നിട്ട് വെള്ളിമൂങ്ങ കൊടുത്തു. വെള്ളിമൂങ്ങ ഉള്ളിലുണ്ട്, പക്ഷെ ഒന്നും ക്യാമറയിൽ കാണൂല. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. എന്ത് പാട്ടാ ഇഷു? അവിടെ എന്തെങ്കിലും പക്ഷികളായിരിക്കും. കടൽപ്പരുന്ത്, ഹിമാലയം കഴുകൻ. പക്ഷെ കണ്ടുവാ ഓളിൽ കണ്ടോ? കണ്ടോ വലിയ കഴുകൻ? ഇതിനുള്ളൊന്നും കാണുന്നില്ല. ഇവിടെ ഒരാളുണ്ട്. ഐഷു എന്നത് അറിഞ്ഞൂടെ? എന്തോ പരുന്താന്ന്, വലിയ പരുന്ത്. കഴുകനാണ്, കഴുകൻ. എന്ത് ബ്ലാക്ക് ബീൻ എന്ന് പറഞ്ഞ വലിയൊരു മരം. അടിപൊളി. നല്ല മീൻ മുതലാന്ന് പറഞ്ഞിട്ട് ബോർഡെല്ലാം കാണുന്നുണ്ട്. മുതൽ ഉണ്ടോയെന്നില്ല, ഇതിപ്പം നോക്കിയിട്ട് തന്നെ കണ്ടില്ല. ഓർത്തു മുതലുണ്ടോ? എവിടെ? വെള്ളത്തിലുണ്ട് എന്നാണ് പറയുന്നത്. ഇതാണ് വെള്ളത്തിൽ കിടക്കുന്ന മീൻ മുതല.
അതിൻ്റെ ഷേപ്പ് അങ്ങനെ ആയതുകൊണ്ടാണെന്നാണ് ആതിര പറയുന്നത് അല്ലേ? നോക്കാം, അങ്ങനെ ആയിരിക്കും. മീൻ മുതല, ഇഷ്ടംപോലെ പക്ഷികളുണ്ട്. വരുന്ന സന്ദർശകർക്ക് ഉപയോഗിക്കാൻ കുളിമുറി, അതുപോലെ തന്നെ മറ്റ് വാഷ്റൂമും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് ഒരുപാട് തരത്തിലുള്ള പക്ഷികളുണ്ട്. ചാരമുണ്ടി, ചേരക്കോഴി, പാതിരാക്കൊക്ക്, വെള്ള അരിവാൾ കൊക്കൻ. അപ്പോൾ ഇവിടുന്ന് ഇതിനെ നല്ല രീതിയിൽ കാണാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളുണ്ടാക്കി. നല്ല രസമുണ്ടല്ലേ? എന്താണ് എല്ലാവർക്കും കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ ക്രമീകരിച്ചിട്ടുണ്ട്. വേറെയും സ്കൂളിലെ കുഞ്ഞു കുട്ടികൾ വന്നതാണ് കാണുന്നത്. നമ്മൾ കാസർഗോഡ് ജില്ലയിൽ സൂ ഒന്നുമില്ല അല്ലേ? ഉണ്ടോ? ഇല്ല. അപ്പോൾ നമ്മളെ നാട്ടിലെ സ്കൂളിലെ കുട്ടികൾക്ക് ഒരു 1 ഡേ ടൂർ വരാൻ പറ്റിയ സൂവും കാര്യങ്ങളൊന്നും കാസർഗോഡ് ജില്ലയിലില്ല. തിരുവനന്തപുരം, കൊല്ലം, അതുപോലെ തന്നെ ഭാഗത്തിലെ ആൾക്കാർക്കെല്ലാം നല്ല രീതിയിൽ കുട്ടികളൊക്കെ കൂട്ടിയിട്ട് വരാൻ പറ്റിയ സ്ഥലം തന്നെ. 2-3 നാളിവിടെ വിശ്രമിക്കുന്നുണ്ട്. കണ്ടുവാ, അപ്പോൾ ടീച്ചർ അതിനെപ്പറ്റി എന്തോ വിശദീകരിച്ചു കൊടുക്കുകയാണ് കുട്ടികൾക്ക്. ഇത് പിന്നെ വെറുതെ വളരുന്ന കാക്കയാണ്, ഇതാരും വളർത്തൊന്നും വേണ്ട. നീർനായനെ കാണാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമാണ്. നോക്കട്ടെ, സിംഹം കുറച്ച് അപ്പുറത്താണ്. നമുക്ക് ഏതെങ്കിലും നീർനായനെ കണ്ടോ? നീർനായ കണ്ടോ? 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 നീന്തി പോകുന്നുണ്ടോ? നമ്മളെ നാട്ടിലെ പുഴയിലുണ്ട്, എന്നെ പിടിച്ചുകൊണ്ട് പോകും. ആര് പറഞ്ഞു? നമ്മളെ നീർനായി നീന്തിക്കൊണ്ട് പോകും. ഇവിടെ എന്തെന്നാന്ന് അറിയില്ല, പോയി നോക്കട്ടെ. എല്ലാവരും കാര്യമായിട്ട് നോക്കുന്നുണ്ട്. മീൻ, വലിയ മീനുണ്ട്, പക്ഷെ കാണുന്നില്ല. ഈ ജലാശയം ഇതിൻ്റെ ഉള്ളിലായതുകൊണ്ട് നല്ല വൃത്തിയുണ്ട്. പുറത്ത് മറ്റോ ആണെങ്കിൽ നമ്മളെ നാട്ടുകാരില്ല, വേസ്റ്റ് പറ്റ അതിൽ കൊണ്ടിടും. ഇതിപ്പോൾ ഇതിൻ്റെ ഉള്ളിലായതുകൊണ്ട് നല്ല രീതിയിൽ സംരക്ഷിച്ചിട്ടുണ്ടെന്ന് പറയാം. ഐശോ, ഇത് എവിടെ സ്ഥലം അറിയില്ലേ? സൂ അല്ലേ? നീ എന്തെല്ലാം കണ്ടിനി? മീൻ കണ്ടിരാ? എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ അല്ലേ വഴിയെല്ലാം? തേൻ കരടി, പന്നിക്കരടി. ഹനുമാൻ കുരങ്ങ് ഇല്ലാന്നാണ് പറയുന്നത്. ആൾ കുറേ നോക്കി എടി കാണാൻ പറ്റില്ല. ഓക്കെ. കരടിയില്ല, കരടി ചോറ് കഴിക്കാൻ പോയി. അപ്പോൾ ഹനുമാൻ കുരങ്ങിനെ അന്ന് ചാടിയതുകൊണ്ട് കൂട്ടിയിട്ടെന്നാണ് പറഞ്ഞത്. തിരുവനന്തപുരം വന്നു കഴിഞ്ഞാൽ എന്തായാലും എല്ലാവരും മസ്റ്റായിട്ടും വരുന്നൊരു സ്ഥലം തന്നെയാണ് മൃഗശാല. ഞാൻ ഇതിന് മുമ്പേ വന്നിട്ടുണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത്, ഒരു 10-13 വർഷങ്ങൾക്ക് മുന്നേ. അതിനുശേഷം ഇപ്പോഴാണ് വന്നത്. കരടിയാ? കരടിയൊന്നുമില്ല. പുലിയല്ല,
ആ സിംഹം കണ്ടു ആയിഷു? സിംഹത്തിനെ കണ്ടോ? കൊടുക്കട്ടെ.